ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫുൾ ചിക്കൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ സൈസ് പോലെ ഇരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 2 കിലോയുടെ ഒരു ചിക്കനും ഒരു 2 കിലോയുടെ ചിക്കൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈര്, ഒരു സവാള, ഒരു തക്കാളി, ഒരു 3-4-5 പച്ചമുളക്, 2 വലിയ ഉണ്ട വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ഒരു ചെറുനാരങ്ങയുടെ നീര്, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗരം മസാല ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും നമ്മൾ നോർമലായിട്ടുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മുടെ എരിവിന് അനുസരിച്ച് നമ്മൾ ചേർക്കണം. ഇതിൻ്റെ ഒന്നും അളവ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ചില ആൾക്ക് നല്ല സ്പൈസി ഇഷ്ടമായിരിക്കും, ചിലവർക്ക് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കനും കൂടി വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം ചിക്കനിൽ നമ്മൾ വേറെ ഒന്നും പുരട്ടി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ചിക്കനിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ പറഞ്ഞതുപോലെ മഞ്ഞൾപ്പൊടിയും നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. കാരണം ഫുൾ ചിക്കനിലേക്ക് പുരട്ടേണ്ട മഞ്ഞൾപ്പൊടി വേണ്ടേ, അപ്പോൾ അത്രയും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയും ഉള്ളിയും ഒക്കെ അരയുമ്പോൾ അത് നന്നായിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ട് അരഞ്ഞ് വന്നോളും. ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായി കഴുകിയതിന് ശേഷം നിറയെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മസാല നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ ഈ മസാല തേച്ചതിന് ശേഷം എത്രത്തോളം സമയം ചിക്കൻ വെക്കാൻ പറ്റുന്നോ അത്രയും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. അത്രയും അധികം മസാല ഇതിലേക്ക് പിടിച്ചു കിട്ടും. ഒരു 3-4-5 മണിക്കൂറൊക്കെ എങ്കിലും കുറഞ്ഞത് വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ മസാല ചിക്കനിലേക്ക് നന്നായി പിടിക്കുകയുള്ളൂ. അപ്പോൾ ചിക്കൻ്റെ ഓരോ ഭാഗങ്ങളിലും നന്നായിട്ട് ഉരച്ച് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു 5-6 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഇങ്ങോട്ട് എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കറിലേക്കാണ്. കുക്കർ വെച്ചൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ശരിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. ഇത് കണ്ടാൽ നമ്മൾ എണ്ണ ഇടാണ്ടാണ് ഉണ്ടാക്കുകയെന്ന് പറയുകയില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ 2 ചിക്കനും ഇത് അത്യാവശ്യം വലിയ കുക്കറായതുകൊണ്ട് 2 ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ ഇട്ട് വെച്ച പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതിൻ്റെ ആ മസാലയൊക്കെ അതിലൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഈ ചിക്കൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഈ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ നമ്മൾ വേവിച്ചെടുക്കണം. അധികം വിസിലെടുക്കാൻ പാടില്ലേ. അതുപോലെ തന്നെ ഒരുപാട് ടൈം എടുത്തിട്ട് ഫസ്റ്റ് വിസിലടിക്കുന്ന കുക്കറാണെങ്കിൽ 1 വിസിൽ തന്നെ ധാരാളമാവും. അപ്പോൾ 2 വിസിലടിച്ചതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഫുൾ ഫ്ലെയിം പോയതിന് ശേഷം വേണം നമ്മൾ ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് കുക്കറിൽ കിടന്ന് നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ടോ. ഇതൊക്കെ ചിക്കനൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിച്ച് ഈ ചിക്കൻ എടുത്ത് വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെ ചിക്കനൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ സൂക്ഷിച്ച് എടുക്കുക. കറക്റ്റ് വേവാണെങ്കിൽ നമുക്കിതുപോലെ പൊട്ടാതെ കിട്ടുള്ളൂ. അപ്പോൾ വേറൊരു പാന് ചൂടാക്കി അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ തൂവി കൊടുക്കാം. ഇനി നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത്. ഒന്ന് ഇതിൻ്റെ 2 ഭാഗവും മൊരിയിച്ചെടുക്കാമെന്ന് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ബാക്കിയൊക്കെ ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. പക്ഷേ ഇതുപോലെ ഈ എണ്ണയിൽ കിടന്ന് എണ്ണ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉള്ളൂ. ആ എണ്ണയിൽ കിടന്നൊന്നും മൊരിയുമ്പോൾ ഒന്നും കൂടെ പെർഫെക്റ്റ് ആവും നമ്മുടെ ഈ ചിക്കൻ. അപ്പോൾ ഒരു ഭാഗം ഹൈ ഫ്ലെയിമിട്ട് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം മറ്റേ ഭാഗവും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നല്ല ഒരു റിസ്കി പണിയാണ് ഈ ചിക്കൻ മറിച്ചിടുക എന്നുള്ളത്. നമ്മൾ 2 തവിയൊക്കെ വെച്ച് വളരെ ശ്രദ്ധിച്ച് പിടിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. കാരണം ചിക്കൻ പൊട്ടിയാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കാൻ, എന്നാലും നമ്മൾ കാണാനുള്ള ഭംഗി അങ്ങ് പോകും. അപ്പോൾ ഞാൻ സാഹസികമായിട്ട് അത് നല്ല ഭംഗിയിൽ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 പീസും അങ്ങനെ തിരിച്ചിട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ കിടിലൻ ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹോട്ടലിലെ ഷവായി ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്, ടേസ്റ്റേ മാറ്റാണ്. പക്ഷേ നമ്മളിങ്ങനെ ഒരു ഫുൾ ചിക്കൻ കാണുമ്പോൾ നമുക്ക് വേറൊരു പേരിട്ട് ഇതിനെ വിളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്
ഇങ്ങനെ പറയുന്നത്. പിന്നെ ഈ ചിക്കൻ എടുത്തതിന് ശേഷം ആ കുക്കറിൽ ബാക്കിയുള്ള ഗ്രേവി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ടയ്ക്കും അപ്പത്തിനും ഒക്കെ കൂട്ടാൻ. ഇതിൻ്റെ കൂടെ വേറെ കറിയും ഉണ്ടാക്കേണ്ട. ആ കറി കൂട്ടിയ അടിപൊളിയാണ്. ആർക്കും ഭയങ്കര ഇഷ്ടമായി. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് മസാലയൊക്കെ ഇറങ്ങി. എന്താ പറയുക, കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. അത്രയും ടേസ്റ്റിയാണ്. വലിയ പണിയൊന്നുമില്ലല്ലോ, ആർക്കും ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്.